ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പകുതി ദിവസം, ഫുൾ ഡേ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എന്നും രാവിലത്തെ പോലെ തന്നെ കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ കയറി. പക്ഷെ പാലില്ലാത്തതുകൊണ്ട് നേരത്തെയുള്ള രാവിലത്തെ ദോശയുള്ള കറിയും സെറ്റാക്കി, രാവിലത്തെ കറിക്കുള്ളതും എല്ലാം സെറ്റാക്കിയ ശേഷം ലോഡ് തുണിയുണ്ടായിരുന്നു. അപ്പോൾ അത് സോപ്പ് പൊടിയിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരിനെ കുളിപ്പിക്കാനുള്ള ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കറിക്കുള്ളതും എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ വേഗം കറി വെച്ചു. അത് കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് അവർക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി. റിച്ചുവിനെ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചും അവർ തന്നെ ഒറ്റയ്ക്ക് കുളിച്ച് വരും. പക്ഷെ കുളിച്ച് വരുമ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാതിരുന്ന അവർക്ക് പറ്റില്ല. വരുന്നതും ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം ഞാൻ അവർ കുളിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അവർക്കുള്ള ദോശയും കറിയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ച് പാല് മെല്ലെ കിട്ടിയതുകൊണ്ട് പാല് കാച്ചലൊക്കെ ലേറ്റായിട്ടായിരുന്നു. അപ്പം അവർക്ക് അതൊക്കെ ഇതാക്കി കുട്ടികൾക്കും കഴിക്കാൻ കൊടുത്തു. എനിക്കുള്ള ദോശയും ഞാൻ ഉണ്ടാക്കി ദോശ കഴിച്ചു. എനിക്കുള്ളത് ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ വേഗം കഴിച്ചു. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, അതായത് BP ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ചെക്ക് ചെയ്യാൻ, എല്ലാം നോർമലായിരുന്നു. അതൊരു സമാധാനം. BPയും ഷുഗറും പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ടൊരു അപ്പോൾ ഇതൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇന്ന് തുടയ്ക്കലൊക്കെ ഇന്ന് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു വീഡിയോസൊന്നും കാണാതിരുന്നത്. അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ തന്നെ സമയം ഉച്ചയാവാനായി. ഏകദേശം 12:30 കഴിഞ്ഞ സമാധാനത്തിൽ TVയും കണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.